അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്ദുൾ റഷീദ് ലത്തീഫി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെയൊക്കെ ഒരുപാട് സീനിയറാണ് ഉസ്താദ്. അൽഹംദുലില്ലാ, CM വലിയുല്ലാഹിയെ ചെറിയ പ്രായത്തിൽ കാണാൻ ഭാഗ്യം കിട്ടുകയും ആ അനുഭവങ്ങളാണ് ഇന്ന് കാഫിലയുടെ മുഹിബ്ബീങ്ങളോടൊപ്പം ഉസ്താദ് പങ്കുവെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഷെയ്ഖുനായുടെ യഥാർത്ഥ അവരെ മഹബത്ത് വെച്ച് ജീവിക്കുന്ന മുഹിബ്ബീങ്ങൾ അള്ളാഹു നമ്മളെല്ലാവരും ആക്കിത്തരട്ടെ ഇൻഷാ അള്ളാഹ്. ഉസ്താദിനോട് തന്നെ നമുക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഉസ്താദ് CM വലിയുല്ലാഹിയുമായി ചെറിയ പ്രായത്തിൽ ബന്ധപ്പെട്ടിരുന്നത് കേട്ടിരുന്നു. ഉസ്താദിൻ്റെ ആ അനുഭവം എങ്ങനെയായിരുന്നു? എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതാണ്ട് ബുലൂഗായ സമയം കഴിഞ്ഞിട്ടേ ഉണ്ടാവും. ഒരു 16 വയസ്സ്, ആ ഒരു സമയത്ത് 16-17 വയസ്സുണ്ടാവും. അത് രണ്ടാം പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട അവസാനമായി കണ്ടത്. ആ സമയത്താണ് എൻ്റെ ഏതാണ്ടൊരു തമ്മീസ് കഴിഞ്ഞ സമയം, ഒരു 7 വയസ്സ് 8 വയസ്സ്, ആ ഒരു സമയത്തും ഞാൻ ഷെയ്ഖുനാനെ കണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ ഉപ്പയുടെ ഉമ്മയും എൻ്റെ വാപ്പയുടെ പെങ്ങളും CM വലിയുള്ളാഹിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ എന്നെയും കൊണ്ടുപോയി. ഞങ്ങളെ ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് പുത്തൂർ എന്ന് പറയും. ഷെയ്ഖുനയുമായി അഭേദ്യ ബന്ധമുള്ള ഒരു നാടാണ്. ഒരുപാട് ആളുകൾക്ക് ഷെയ്ഖുനാൻ്റെ കറാമത്ത് പറയാൻ അനവധിയുണ്ട്. കാരണം ഒരുപാട് കാലം നടന്ന് താമസിച്ച ഒരു സ്ഥലമാണ് കണിയാറുകണ്ടം. കേട്ടിട്ടുണ്ടാവും? പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പലരും CM വലിയുള്ളാഹി തങ്ങൾ വന്നാൽ അവിടെ നമ്മുടെ മൗലാന ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാനായിരുന്ന മർഹൂം മുട്ടായി മുസ്ലിയാർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ സൗദിയിൽ നിന്ന് മരണപ്പെട്ടു. അവരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, തീരതൊടിയിൽ താമസിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഷെയ്ഖുന താമസിക്കുകയും നാട്ടുകാരുമായി നല്ല ബന്ധങ്ങളുള്ളത് കൊണ്ടിട്ട് തന്നെ മൂപ്പൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് ആര് പോവുകയാണെങ്കിലും അവർക്ക് ഒരു പരിഗണന ഉണ്ടായിരുന്നു. ഷെയ്ഖിൻ്റെ ഇടിയങ്ങരപ്പള്ളിയിൽ മൂപ്പൻ്റെ വീട്ടിൽ പോകുമ്പോൾ, അപ്പോൾ പുത്തൂരിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക പരിഗണനയും വിശേഷങ്ങൾ ചോദിക്കുന്ന ഒരു നല്ല ഒരു അവസ്ഥ ഷെയ്ഖിന് നിന്നിട്ട് ഉണ്ടാവും. നല്ല അവസ്ഥ എപ്പോഴും നല്ല അവസ്ഥയാണ്, എന്നാലും വിശിഷ്യ പുത്തൂരിനെ കുറിച്ചിട്ട് ചോദിക്കും. അതിനൊരു കാരണവും കൂടിയുണ്ട്. ഷെയ്ഖുന കണിയാറുകണ്ടം എന്ന് പറയുന്ന പള്ളിയിൽ റാത്തീബ് അവർ തുടങ്ങിയതാണ്. ഏതാണ്ട് 40 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ആ റാത്തീബ് തുടങ്ങിയിട്ട്. അതിന്നും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ നല്ല റാഹത്തായി നടന്നു പോകുന്നുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ എല്ലാ മാസത്തിലും ഞാൻ ആ റാത്തീബിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സമയപരിധിയും സമയക്കുറവും പിന്നെ നമ്മുടെ ഓരോ മഷൂലായി വിദേശത്ത് പോകും, അങ്ങനെ ഇതായപ്പം പലപ്പോഴും കഴിയാറില്ല. പിന്നെ ഇപ്പോഴൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ പോകും. അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആളായിരുന്നു, അമീറായിരുന്നു ഈ മുട്ടായി മുസ്ലിയാരുടെ അഥവാ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഉപ്പ, പിന്നെ ഉണ്ണിമോയി ഹാജി എന്ന് പറയും. അവരായിരുന്നു മരിക്കുന്നത് വരെ അത് കൊണ്ടു നടന്നത്. അവസാനം അദ്ദേഹത്തിനക്ക് ഒരു ബുദ്ധിയൊക്കെ ചെറിയൊരു തകരാറ് വന്നപ്പോഴാണ് പിന്നെ മറ്റുള്ളവർ ഏറ്റെടുത്തത്. അതുവരെ കണ്ടിന്യൂ ആയി. അവരും പിന്നെ ഒരു ചെറിയോനാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരിപ്പോഴും ഹയാത്തിലുണ്ട്. ചെറിയോനാജി, എറോച്ചാരിൽ ചെറിയോനാജി എന്ന് പറഞ്ഞ പഴയ ബിൽ കളക്ടർ ആയിരുന്നു ഓമശ്ശേരി. അവർക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങൾ പറയാനുണ്ടാവും. കാരണം വെച്ചാൽ അവർക്ക് CM വലിയുള്ളാഹി അന്നും ആളുണ്ട്. അവർ നമ്മളെ നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയാണ് കണിയാറുകണ്ടത്തിലെ. അവരിപ്പോഴും ഈ റാത്തീബിന് വരുന്ന ആളാണ്. കഴിയുന്ന സമയത്തൊക്കെ വരും. വീട്ടിൽ വെച്ച് റാത്തീബ് നടത്താറുണ്ട്. അപ്പോൾ ഞാൻ നടത്തുന്ന റാത്തീബാണ്, എൻ്റെ ദർസാണ്, CM വലിയുള്ളാഹി സ്ഥാപിച്ചൊരു ദർസാണ് കണിയാറുകണ്ടത്തിൽ. അതുകൊണ്ട് എൻ്റെ ദർസ്, എൻ്റെ റാത്തീബ് എന്നുള്ള രൂപത്തിലായിരുന്നു CM വലിയുള്ളാഹി തങ്ങൾ തന്നെ സംസാരിക്കുക. അതുകൊണ്ട് അതിനോടുള്ള ഒരു മഹബത്ത് പ്രത്യേകം നാട്ടുകാരോട് തന്നെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പോയപ്പോൾ ഒരു 10 വയസ്സിൻ്റെ ഉള്ളിലായിരിക്കും. എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെയും വലിയുമ്മയുടെയും അമ്മായിയുടെയും കൂടെ, ഖദീസ് അമ്മായി എന്ന് പറയും, എൻ്റെ വാപ്പൻ്റെ ഒരു പെങ്ങൾ, അവരെയും കൂടെ പോയപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. എനിക്ക് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് CM വലിയുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു നല്ല പൂള, കപ്പ പുഴുങ്ങിയത്, അപ്പോൾ ബീഫ് കറി, അല്ലെ നല്ല മീൻ മുളിട്ടത്, പിന്നെ നല്ല പാൽ ചായ.
ആട്ടുംപാലിൻ്റെ ചായ അല്ലെങ്കിൽ പശുമ്പാലിൻ്റെ ചായ. അതുകൊണ്ട് ആളുകൾ പോകുന്നവരും ഫ്ലാസ്കിൽ ചായയും ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടാണ് പോവുക. വലിയൊരു കറാമത്ത് വേറെ പറയാനുണ്ട് ഈ കൂട്ടത്തിൽ, വലിയൊരു അനുഭവം തന്നെ. അത് ഞെട്ടിപ്പോകും. അങ്ങനത്തെ അനുഭവങ്ങൾ നേരിട്ട് ഞാൻ കേട്ട ഒരു അനുഭവം, അത് വല്ലാതെ അജീബായൊരു അനുഭവമാണ്. അപ്പോൾ അവിടെ ചെന്നാൽ എന്താക്കും, സി എം അലിയുള്ളാഹി തങ്ങൾ ആ ഭക്ഷണം എടുത്ത് കഴിക്കും. കാരണം ഈ നാടിനെ കുറിച്ച് നല്ലോണം അറിയുന്നതുകൊണ്ട് സി എം അലിദാനെ കുറിച്ചും ജനങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ പിലാശ്ശേരി ബസ് എന്നൊരു ബസ്സുണ്ട്, ഈ ബൈക്കിൽ പോവാം. ഈ റൂട്ടിന് ഇങ്ങനെ പിലാശ്ശേരിക്ക് നിങ്ങൾ ചോദിച്ചില്ലുണ്ട് പിലാശ്ശേരി ഈ റൂട്ടിലാണോ എന്ന്. ആ റൂട്ടിന് പോകുന്ന 5-5:30 മണിക്ക് ബസ് പോകും. അപ്പോൾ രാവിലെ സുബൈക്ക് അന്ന് ഇവിടെ ഈ റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല, അന്ന് കല്ലിട്ടിട്ടേ ഉള്ളൂ, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. എത്ര വർഷമോ 10-35 വർഷം മുമ്പുള്ള വിഷയം പറയുന്നത്. അപ്പോൾ അന്ന് ജനങ്ങൾ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് പാളയത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്യുക അങ്ങോട്ട് ഇടിയങ്ങരയിലേക്ക്. മൂപ്പൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുക, റെയിൽപ്പാലം കടന്നിട്ട് അങ്ങനെ പോവുക ചെയ്യുക. അപ്പോഴേക്കന്നെ ആളുകൾ കൂടിയിട്ടുണ്ടാവും. കാരണം 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോഴേക്ക് തന്നെ അവിടെ ഭയങ്കര ക്യൂ ആണ്. നമ്മുടെ UK മജീദ് ഉസ്താദ് അന്ന് അവിടെ ഉള്ള കാലമാണ്, കുറേ ഷെയ്ഖിൻ്റെ പള്ളിയിലുള്ള കാലമാണ്. അവിടെ പോയാലും ഒക്കെ ഒന്ന് ഷെയ്ഖിൻ്റെ പള്ളിയിലും പോകും, അവിടെ സിയാറത്ത് UK ഉസ്താദിന് കാണും, അവരൊന്ന് ദ്വാര ചെയ്ത് കൊടുക്കൂ, അങ്ങനത്തെ ഒരു പതിവായിരുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ഭക്ഷണമായി പോയി, അങ്ങനെ ഞങ്ങൾ മേലെ കയറി കണ്ടു, അങ്ങനെ ചായയും ഇതൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ എനിക്ക് ചായ തന്നപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അത്ര നമുക്കന്ന് ബുദ്ധിയുള്ളൂ, ചെറിയ കുട്ടിയല്ലേ നമ്മൾ. ഏത് നിലക്ക് അതബ് എന്നുള്ള നിലക്കുണ്ടല്ലോ, തന്നാലേ വാങ്ങാത്തവര്, അതബ് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞതാ. അങ്ങനെ എന്നോട് വലിയ പറഞ്ഞു, മോനെ വാങ്ങി കുടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം വാങ്ങി കുടിക്കുകയും ചെയ്തു. എൻ്റെ തലയൊക്കെ ഒന്ന് കൈവച്ച് മന്ത്രിച്ച് തരികയും വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ അവരോടുള്ള ഒരു അതബ് കൊണ്ടിട്ട് പറയുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഗുരുവായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം KP ഫരീദ് മുസ്ലിയാർ, പൊന്മള ഫരീദ് ഉസ്താദ് എന്ന്. അപ്പോൾ ഫരീദ് ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ഓതി. കാരണം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളമാർ 2 പേരും വലിയ മുലിയാമാരാണ്. ഒന്ന് AK യൂസുഫ് ബാക്കവി എന്നൊരു പഴയ ബാക്കിയാത്തിലെ റാങ്കുകാരനാണ്, അവരെൻ്റെ ഉസ്താദാണ്. പിന്നെ ഒരു അഷ്റഫ് ബാക്കവി, അതും എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെയാണ്. അവരുടെ അടുത്ത് 2 പേര് തോതിയപ്പം പിന്നെ 2 പേരും കൂടി ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. 5 വർഷം ഞാൻ അവിടെ ഓതിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ മടവൂർ മക്കാമിൽ ഞാൻ ഓതിയിട്ടുണ്ട് 2 വർഷം. ഫസ്റ്റ് ദർസിൽ താലിമായി ഈ ഫരീദ് ഉസ്താദാണ് അവിടെ ദർസ് ഏറ്റെടുക്കുന്നത്. മടവൂർ മക്കാമിൽ ആദ്യമായിട്ട് ഉസ്താദാണ് ദർസ് തുടങ്ങുന്നത്. പിന്നീട് അത് കോളേജായും ഒരുപാട് പള്ളി ദർസായിട്ട് മക്കാമ് അവിടെ വന്ന് ഏതാണ്ട് കുറഞ്ഞ തോന്നും കഴിഞ്ഞില്ല, 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുന്ന എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഏതാണ്ട് അടുത്ത കാലത്ത് തന്നെ ആയിട്ടാണ് ഫരീദ് ഉസ്താദാണ് ഉണ്ടാക്കുന്നത് അവിടെ ദർസ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 10-60 ഉണ്ടായിരുന്നാണ്. സി എം അലിയുള്ളാഹി തങ്ങൾ അവിടെ തന്നെ ദർസ് എടുത്തിരുന്നു. ഒരു അക്കോളാണ് ഇന്ന് അവിടെ ഉള്ളത്. ഈ കുളത്തിന് കുറേ പ്രത്യേകതകളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് ദർസിൽ പഠിച്ചപ്പം ഫസ്റ്റ് തന്നെ പോകുന്ന ആലത്തൂർപ്പടിയാണ്. നമ്മൾ സ്വലാത്ത് നഗറില്ലേ, മുട്ടിപ്പടി, അതിൻ്റെ ആ മഹല്ലാണ്, അതിൻ്റെ തറവാട് മഹലാണ് ആലത്തൂർപ്പടി എന്ന് പറയും. അതായത് പൊടിയാട്. അവിടെ ദർസ് പഠിച്ച് അങ്ങനെ ലീവിൽ ഞാൻ മാസത്തിലാണ് ലീവ് ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രാവശ്യം ലീവിൽ ഞാൻ വരുമ്പോൾ എനിക്ക് ലത്തീഫിയയിൽ നിന്നും ഷെയർ മുബാറക്കിൻ്റെ വെള്ളം ഉസ്താദിൻ്റെ ശിഷ്യന്മാർ കൊണ്ടുവന്നിട്ട് അതൊരു സ്പൂണിലാക്കിയിട്ട് ഒരു ചെറിയ 50 ഗ്രാമിൻ്റെ കുപ്പിയിൽ 2 സ്പൂണോ 3 സ്പൂണോ വെച്ചിട്ട് ഓരോരുത്തർക്കും എന്താക്കും, ഉസ്താദ് വിതരണം ചെയ്യും. അപ്പം നമ്മൾ അത് അൽഹംദുലില്ലാ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ വേണ്ടി വരികയാണല്ലോ. അപ്പോൾ ആ മാസം എനിക്ക് ആ വെള്ളം കൊണ്ടുവരുന്ന വരവിൽ എനിക്ക് 2ാമത്തെ പ്രാവശ്യം എനിക്ക് സി എം അലിദാൻ്റെ അടുത്തുനിന്ന് പോകണമെന്നൊരു ഭയങ്കര താല്പര്യം. അങ്ങനെ ഞാൻ പൊടിയാടുന്ന നേരെ കോഴിക്കോട് വന്നു. കോഴിക്കോട് ഞാൻ ഇടിയങ്ങര വഴി നടന്ന് എന്താക്കി സി എം അലിദാൻ്റെ മൂപ്പൻ്റെ വീട്ടിൽ പോയി. അന്നേരം എനിക്ക് 17 വയസ്സായിട്ടുണ്ട്. അപ്പോൾ വലിയ ക്യൂ ആണ്. എന്നാലും മണ്ടിൽ എന്തും എനിക്ക് കണ്ടേ മതിയാവും. കാരണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് വഫാത്താവുന്നത്. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുക, ക്ലീൻ ഷേവുള്ള കാലമാണ്. ഒരു കാലത്ത് കുറേ താടിയുള്ള കാലുണ്ടായി, അന്ന് ഫുള്ള് ക്ലീൻ ഷേവ്, പൗഡറൊക്കെ ഇട്ട് നല്ല മൊഞ്ചിലിങ്ങനെ. കുപ്പായൊന്നും ഇടില്ല, കുപ്പായ ഇടാതെ ഒരു കള്ളിത്തുണി, ഒരു വെള്ളക്കള്ളി തുണി കൊടുത്തിട്ട്, ഇനി വെള്ളക്കള്ളിയാണോ ഇനി ഏതായാലും വെളുത്ത തുണിയാണെന്നറിയില്ല, ഏതായാലും അത് കൊടുത്തിട്ട് കുപ്പായം തൊട്ടിട്ടില്ല. അങ്ങനെ തന്നെ ആ ബെഡിൽ ഇങ്ങനെ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്നൊരു ബെഡാണ്. അതിൻ്റെ മേലെ കുറേ ബ്രീഫ് കേസുകളൊക്കെ കാണാം. ഓരോരുത്തർ കൊടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ അത് വെക്കുക ചെയ്യുക. ഒന്നും മൈൻഡേ ചെയ്യാറില്ല, എന്താണേലും ഉണ്ടെന്നൊന്നും. ഒക്കെ ഹാദിമ്യങ്ങൾ അവർക്ക് വേണം, ദുനിയാവല്ലേ,
ദുനിയാ ജീഫത്തിന് താലിബുഹ കിലാബ് എന്നല്ലേ, അത് പൂർണ്ണമായും ഉൾക്കൊണ്ടവരാണല്ലോ മഹാന്മാർ. നമ്മളല്ലേ അതിന് പിന്നേക്ക് ഇങ്ങനെ ഹിർസ് അലച്ചയായിട്ട് ദുനിയാവിൽ വയ്യ കോൽക്കെന്ത് ദുനിയാവ്. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അള്ളാഹിനെ പേടിച്ചാൽ എല്ലാം അവരെ പേടിക്കുന്നല്ലേ ഹദീസിലുള്ളത്. ഏതായാലും അവിടെ നിന്ന് ഞാൻ കണ്ടു, ഞാൻ പിന്നെ സംസാരിച്ചു. അങ്ങനെ മലർന്നിങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ലത്തീഫിയയിൽ നിന്നും ഹബീബായ തങ്ങളെ ഷെയറിട്ട വെള്ളം, ഷെയർ മുബാറക്ക് എന്ന് അന്ന് പറയാറില്ല, പിന്നീടാണല്ലോ നമ്മൾ ഉസ്താദിൻ്റെ ആ വിവാദാക്കിലൂടെ ഷെയർ മുബാറക്ക് എന്ന് പറഞ്ഞു. അന്ന് റസൂലാൻ്റെ മുടി എന്താണ് പിന്നെ ഷെയറിട്ട വെള്ളം, അതായത് ലത്തീഫിയയിൽ നിന്നും കൊണ്ടുവന്ന വെള്ളം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു കറുത്ത ബാഗ്, ആ ബാഗിൽ വെച്ചതാണ്, ഒരു 50 ഗ്രാമിൻ്റെ ബോട്ടലാണ്, ചെറിയ കുപ്പി. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് എന്തെന്നില്ലാത്ത ആവേശത്തിൽ പെട്ടെന്ന് ആ കിടത്തത്ത് നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ആ കുപ്പി അങ്ങ് കൊടുത്തു. അത് തുറന്നു, ഇതൊക്കെ എനിക്കാണോ എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെ അയിന് ഹിക്കായത്ത് അങ്ങനെ തന്നെയാണ്, ഒരു ലഫ്ലും എന്ത് സിയാദത്തുമില്ല നുക്സാനും ഇല്ല. ഇതൊക്കെ എനിക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് അവർ കുറച്ച് കുടിച്ചു. അങ്ങനെ എനിക്ക് തന്നപ്പോൾ ഞാനൊന്ന് മന്ത്രിപ്പിക്കുകയും ചെയ്തു. കാരണം എല്ലാവരുടെയും ബർക്കത്ത്, അള്ളാൻ്റെ ഹബീബാണ് ഏറ്റവും ഏറ്റവും വലിയത്. എന്നാലും മഹാന്മാരുടെയും ബർക്കത്ത് എന്നുള്ള എനിക്ക് എന്താക്കി സീമല്ലാനെ കൊണ്ട് ഞാൻ ഒന്ന് ഊതിച്ചു. അങ്ങനെ ഊതി എൻ്റെ തലയിലൊക്കെ ഒന്ന് കൈവച്ച് അവർ പഠിക്കാൻ ദ്വാരക്കണമെന്നും നല്ല അലിമാവാൻ ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി ദ്വാരന്ന് വന്നു. എൻ്റെ കയ്യിലൊക്കെ തലയിൽ വെച്ചു, കൈവച്ചു. അങ്ങനെ പിരിഞ്ഞു പോകുന്നതാണ്. അതാണ് ലാസ്റ്റ് കാഴ്ച. ലാസ്റ്റ് കാഴ്ച.